മഴയ്ക്ക് ശേഷമുള്ള ആ മനോഹര കാഴ്ച, ആകാശത്തെ വടിവാക്കിയ നിലാവിൻ്റെ പൂമുഖം പോലെ വിരിയുന്ന അത്ഭുതം, അതാണ് മഴവില്ല്. എങ്ങനെയാണ് ഈ നിറപ്രപഞ്ചം രൂപപ്പെടുന്നത്? എന്താണ് ഇതിനു പിന്നിലെ ശാസ്ത്രം? ഇന്ന് നാം ഈ വീഡിയോയിലൂടെ മഴവില്ലിനു പിന്നിലെ ശാസ്ത്രീയ വശത്തെക്കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. മഴവില്ല് എന്നു പറയുന്നത് മഴയ്ക്ക് ശേഷമുള്ള ആകാശത്ത് കാണപ്പെടുന്ന ഒരു പ്രതിഭാസമാണ്. ഇത് 7 നിറങ്ങളിൽ കാണപ്പെടുന്നു: വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച് ആൻഡ് റെഡ്. എങ്ങനെ മഴവില്ല് രൂപപ്പെടുന്നു? മഴവില്ലിൻ്റെ രൂപീകരണം 3 പ്രധാന ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു: പ്രകാശത്തിൻ്റെ അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ, ആന്തര പ്രതിഫലനം അഥവാ ഇന്റേണൽ റിഫ്രാക്ഷൻ, അതുപോലെ പുനർവികിരണം അഥവാ ഡിസ്പേർഷൻ. സൂര്യപ്രകാശം വെളുത്ത നിറമായി തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ ഇത് പല നിറങ്ങളുടെ മിശ്രിതമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. മഴ പെയ്യുമ്പോൾ അന്തരീക്ഷത്തിൽ ധാരാളം മഴത്തുള്ളികൾ ഉണ്ടാകും. ഈ മഴത്തുള്ളികൾ ഒരു പ്രിസം പോലെ പ്രവർത്തിക്കുന്നു. സൂര്യപ്രകാശം ഒരു മഴത്തുള്ളിയിൽ പ്രവേശിക്കുമ്പോൾ അത് വളയുകയും നിറങ്ങളായി വേർപിരിയുകയും ചെയ്യുന്നു. ഈ പ്രതിഭാസത്തെ അപവർത്തനം എന്ന് പറയുന്നു. അതുപോലെ റിഫ്രാക്ഷൻ എന്നും പറയാം. അപവർത്തനത്തിന് ശേഷം പ്രകാശം തുള്ളിയുടെ ഉള്ളിൽ തട്ടി പ്രതിഫലിക്കുന്നു. ഈ പ്രതിഭാസത്തെയാണ് ആന്തര പ്രതിഫലനം അഥവാ ഇന്റേണൽ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഈ മഴത്തുള്ളികളിൽ ആന്തര പ്രതിഫലനത്തിന് ശേഷം പിറകോട്ടുള്ള ദിശയിൽ പുറത്തേക്ക് വരുമ്പോൾ വെളുത്ത വെളിച്ചം വേർതിരിച്ച് വിവിധ നിറങ്ങളായി മാറുന്നു. ഇതാണ് നമ്മൾ ആകാശത്തിൽ മഴവില്ലായി കാണുന്നത്. നാം കാണുന്ന മഴവില്ല് അർദ്ധവൃത്താകൃതിയിലാണല്ലോ. എന്താണ് ഇതിനു പിന്നിലെ രഹസ്യം? ഇതിനു കാരണം ആകാശത്തിൽ മഴത്തുള്ളികൾ വിവിധ ദിശകളിൽ ചിതറിയിരിക്കുകയാണ്. സൂര്യൻ നമ്മുടെ പുറകിലുണ്ടാകുമ്പോഴാണ് നമ്മൾ മഴവില്ല് കാണുന്നത്. അത് കാണുന്നതാകട്ടെ ആകാശത്ത് മാത്രം. യഥാർത്ഥത്തിൽ ഇതൊരു പൂർണ്ണവൃത്തമാണ്. പക്ഷേ ഭൂമിയുടെ ഉപരിതലമോ കെട്ടിടങ്ങളോ പകുതി ഭാഗം മറയ്ക്കുന്നതിനാൽ നമുക്ക് മഴവില്ലിൻ്റെ പകുതി ഭാഗം മാത്രമേ കാണുവാൻ സാധിക്കുന്നുള്ളൂ. മഴവില്ലുകൾ പലതരത്തിലുണ്ട്. പ്രാഥമിക മഴവില്ലുകൾ അഥവാ പ്രൈമറി റെയിൻബോ ഏറ്റവും സാധാരണമായതാണവ. ദ്വിതീയ മഴവിൽ അഥവാ സെക്കൻഡറി റെയിൻബോ, അതുപോലെ തന്നെ സൂപ്പർ ന്യൂമററി എന്നിങ്ങനെയാണവ. മഴവില്ല് വെറുമൊരു കാഴ്ച മാത്രമല്ല, മറിച്ച് പ്രകൃതിയുടെ ഒരു കാവ്യമാണ്. ശാസ്ത്രത്തിലും കലയിലും അതിന് വലിയ സ്ഥാനമുണ്ട്. അടുത്ത തവണ നിങ്ങളൊരു മഴവില്ല് കാണുകയാണെങ്കിൽ അതിനു പിന്നിലെ ശാസ്ത്രത്തെ കൂടി ഓർത്തു നോക്കൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഓൾ.